നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ ഗാഡ്ജറ്റുകളില്ലേ, ഇതിനൊക്കെ പിന്നിൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു കഥയുണ്ട്. ഇന്ന് നമ്മൾ ആ കഥയുടെ പുതിയൊരു അധ്യായത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെയെല്ലാം ഊർജ്ജഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഒരധ്യായം. ദാ ഈ കാണുന്ന സ്മാർട്ട് ഫോൺ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം ഫോൺ. ഇതൊന്ന് കയ്യിലില്ലാത്തൊരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല, അല്ലേ? ഇതിന് ജീവൻ നൽകുന്ന, ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ആ ഒരു എനർജി അതെവിടുന്നാണ് വരുന്നത്? സത്യം പറഞ്ഞാലേ, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററികളിലെ ഈ ഊർജ്ജത്തിന് നമ്മൾ അറിയാണ്ട തന്നെ വലിയൊരു വില കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോ നമ്മുടെ പരിസ്ഥിതിക്ക് കൊടുക്കുന്ന വിലയാകാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സുരക്ഷയ്ക്ക് തന്നെയുള്ളൊരു വിലയാകാം. അപ്പോ ഈ പ്രശ്നങ്ങൾക്കെല്ലാമുള്ള ഒരു പരിഹാരം എവിടെയായിരിക്കും? ഒരുപക്ഷേ ആ ഉത്തരം നമ്മുടെയെല്ലാം അടുക്കളയിൽ തന്നെയുണ്ട്. അതെ, ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ കറികളിലൊക്കെ ഇടുന്ന സാധാരണ ഉപ്പിനെക്കുറിച്ചാണ്. അതിലടങ്ങിയിരിക്കുന്ന സോഡിയം, അതാണ് ബാറ്ററികളുടെ ലോകത്തെ പുതിയ സൂപ്പർസ്റ്റാർ. അപ്പോ എന്താണ് ഈ സോഡിയം അയോൺ ബാറ്ററി? സിമ്പിളായിട്ട് പറഞ്ഞാല്, ഇത് ലിഥിയം ബാറ്ററിയുടെ ഒരു കസിൻ ബ്രദറിനെ പോലെയാണ്. രണ്ടും ഏകദേശം ഒരേപോലെയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ലിഥിയത്തിനു പകരം സോഡിയം അയോണുകളാണ്. അതെ, നമ്മുടെ കറിയുപ്പിലുള്ള അതേ സോഡിയം തന്നെ. ശരി, അപ്പോ ഒരു മുഖാമുഖമായാലോ? ഒരു വശത്ത് ഇപ്പോഴത്തെ ചാമ്പ്യനായ ലിഥിയം, മറുവശത്ത് പുതിയ ചാലഞ്ചറായ സോഡിയം. നമുക്ക് നോക്കാം ആരാണ് കൂടുതൽ കേമനെന്ന്. ആദ്യം തന്നെ നമുക്ക് ലഭ്യതയുടെ കാര്യം നോക്കാം. ലിഥിയം എന്നു പറയുന്നത് ഭൂമിയിൽ വളരെ കുറവാണ്. ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. പക്ഷെ സോഡിയം അങ്ങനെയല്ല. അത് നമ്മുടെ കടൽവെള്ളത്തിലും മണ്ണിലുമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ പിന്നെ സംഭവം ക്ലിയറല്ലേ? ബാറ്ററി ഉണ്ടാക്കാനുള്ള ചെലവ് നന്നായിട്ട് കുറയും. ഇനി അടുത്ത പോയിന്റ്, സേഫ്റ്റി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലിഥിയം ബാറ്ററികൾക്ക് തീപിടിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്നാൽ സോഡിയം അയോൺ ബാറ്ററികൾ ഇക്കാര്യത്തിൽ വളരെ സേഫാണ്. നല്ല ചൂടിലും സ്റ്റേബിളായിട്ട് നിൽക്കും. ഇതൊരു ചെറിയ കാര്യമല്ല, വലിയൊരു അഡ്വാൻറ്റേജാണ്. അടുത്തത് നമ്മുടെ പ്രകൃതിയുടെ കാര്യം. ലിഥിയം ഖനനം ചെയ്തെടുക്കുന്നത് പരിസ്ഥിതിക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ സോഡിയം അങ്ങനെയല്ല. അത് കിട്ടാൻ വളരെ എളുപ്പമാണ്, പ്രകൃതിക്ക് വലിയ ദോഷമൊന്നും വരുത്തുന്നുമില്ല. അപ്പോ കുറച്ചുകൂടി ഒരു എക്കോ ഫ്രണ്ട്ലി ഓപ്ഷനാണ് സോഡിയം എന്ന് പറയാം. തീർന്നില്ല, സോഡിയത്തിന് വേറൊരു സൂപ്പർ പവർ കൂടിയുണ്ട്. എന്താണെന്നല്ലേ? ഇത് വളരെ വേഗത്തിൽ ചാർജ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ വില എത്ര വലുതാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ഇത്രയൊക്കെ കേട്ടപ്പോ സോഡിയം ഒരു രക്ഷയുമില്ലാത്ത സംഭവമാണെന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ഒരു മിനിറ്റ്, എല്ലാ ടെക്നോളജിക്കും അതിൻ്റേതായ ഒരു കുറവുണ്ടാകും. സോഡിയത്തിനും ഉണ്ടങ്ങനെയൊരു പ്രധാന പ്രശ്നം. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയൊക്കെ മെച്ചമുണ്ടെങ്കില് പിന്നെന്താ പ്രശ്നം? എന്തുകൊണ്ടാണ് നമ്മുടെ ഫോണിലൊന്നും ഇപ്പോഴും സോഡിയം ബാറ്ററി വരാത്തത്? അതിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറയാം: എനർജി ഡെൻസിറ്റി. പേര് കേട്ട് പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഒരു ബാറ്ററിക്ക് അതിന്റെ വലിപ്പത്തിനനുസരിച്ച് എത്രത്തോളം ഊർജം സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നതിന്റെ ഒരു കണക്കാണിത്. ഈ കാര്യത്തിലാണ് സോഡിയം കുറച്ചൊന്ന് പിന്നോട്ടു പോകുന്നത്. ലിഥിയവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോഡിയത്തിന്റെ എനർജി ഡെൻസിറ്റി കുറവാണ്. ഇതിന്റെ അർത്ഥമെന്താണെന്ന് വെച്ചാൽ, ഒരേ വലിപ്പമുള്ള രണ്ട് ബാറ്ററികൾ എടുത്താൽ ഒന്ന് ലിഥിയവും ഒന്ന് സോഡിയവും. ലിഥിയം ബാറ്ററിക്ക് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ഫോണിൽ ലിഥിയം ബാറ്ററി ഒരു ദിവസം മുഴുവൻ നിൽക്കുമെങ്കിൽ, അതേ വലിപ്പമുള്ള സോഡിയം ബാറ്ററി ചിലപ്പോൾ ഒരു വൈകുന്നേരം ആവുമ്പോഴേക്കും തീർന്നുപോകും. അതുകൊണ്ടാണ് സ്മാർട്ട് ഫോൺ പോലെ വലിപ്പം പ്രധാനമായ ഉപകരണങ്ങളിൽ തൽക്കാലം ഇതത്ര പോപ്പുലർ ആവാത്തത്. അപ്പോ സോഡിയം ഒരു പരാജയമാണോ? ഒരിക്കലുമല്ല. എല്ലാ പണിക്കും അതിൻ്റേതായ ആയുധങ്ങൾ വേണമെന്നല്ലേ? ചില പ്രത്യേക ജോലികൾക്ക് സോഡിയം ഒരു യഥാർത്ഥ ഗെയിം ചേഞ്ചർ തന്നെയാണ്. അതെ, ഈ എനർജി ഡെൻസിറ്റി കുറവായതുകൊണ്ട് എന്താ? വലിപ്പം അത്ര വലിയ പ്രശ്നമല്ലാത്ത ചില സ്ഥലങ്ങളുണ്ട്. അവിടെ സോഡിയം ശരിക്കും തിളങ്ങും. ഉദാഹരണത്തിന് വലിയ ഇലക്ട്രിക് വാഹനങ്ങൾ, പിന്നെ നമ്മുടെ വീടുകളിലേക്കും നാടുകളിലേക്കും കറന്റ് തരുന്ന പവർ ഗ്രിഡുകൾ, എനർജി സ്റ്റോറേജ് സിസ്റ്റങ്ങൾ. ഇവിടെയെല്ലാം വിലക്കുറവും സുരക്ഷയുമാണ് ഏറ്റവും പ്രധാനം. അവിടെ സോഡിയമാണ് താരം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാവി എന്ന് പറയുന്നത് ലിഥിയം വേണോ സോഡിയം വേണോ എന്നുള്ളൊരു മത്സരമല്ല. മറിച്ച് ഇവ രണ്ടും ഒരുമിച്ച് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഭാവിയാണ് നമുക്ക് വേണ്ടത്. ഓരോരുത്തർക്കും അവരവരുടേതായ റോളുണ്ട്. നമ്മുടെയെല്ലാം ഊർജ്ജാവശ്യങ്ങൾ നിറവേറ്റാൻ ഇവ രണ്ടുപേരും ഒരുമിച്ച് വേണ്ടിവരും. അപ്പം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു നിർത്തുകയാണ്. നമ്മളുടെ ഊർജ്ജഭാവിക്കായി ഒരൊറ്റ ബാറ്ററി ടെക്നോളജിയെ മാത്രം ആശ്രയിച്ചാൽ മതിയോ?
അതോ ഇതുപോലുള്ള പുതിയ വ്യത്യസ്തമായ ടെക്നോളജികൾ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു മിശ്രിത ഭാവിയാണോ നമുക്ക് വേണ്ടത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ചിന്തിച്ചു നോക്കൂ.